ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പാതയിൽ ഇറാനും ഒമാനും തമ്മിൽ ധാരണയിൽ. കടലിടുക്കിലെ പരമാധികാരത്തിന് ഊന്നൽ. അമേരിക്ക ഉറപ്പുകൾ പാലിച്ചാൽ മാത്രമേ ഹോർമുസ് തുറക്കൂ എന്നും കടുപ്പിച്ച ഇറാൻ. ഉറപ്പുകൾ ലംഘിച്ചതിനെ തുടർന്നുള്ള നഷ്ടപരിഹാരം അമേരിക്ക നൽകണമെന്നും ആവശ്യം. അമേരിക്കൻ പൗരന്മാരോട് അസാധാരണ ആവശ്യവുമായി ട്രംപ്. യുദ്ധത്തിൽ സംഭവിച്ച സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാൻ ആഹ്വാനം. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നില്ലെന്ന് ടെഹ്റാനെ തടയണം. വർദ്ധിക്കുന്ന ഇന്ധനവില ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. യുദ്ധത്തിനിടെ കാണാതായ ഇറാന്റെ 3 പൈലറ്റുമാരെ ഖത്തർ ജീവനോടെ പിടികൂടിയെന്ന് ഇറാൻ സൈന്യം. ഖത്തറിലെ സൈനിക ബേസ് ആക്രമിക്കാനുള്ള ദൗത്യത്തിനിടയിൽ പിടിയിലായി. റെഡ് ക്രോസ് ഇടപെടണമെന്ന് ആവശ്യം. സൈനികർ തങ്ങളുടെ പക്കലുണ്ട് എന്നത് നിഷേധിച്ച് ഇറാൻ. പരാജയത്തിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അമേരിക്കയുടെ ഇറാൻ. അപ്രായോഗികമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കാനും മുന്നറിയിപ്പ്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിച്ചിട്ടില്ലെന്നും ഇറാൻ. മക്ക കരാറിൽ പങ്കാളിയാകാൻ ഈജിപ്തും കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താൻ കരാർ വഴിയൊരുക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ. അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ബാഹ്യാക്രമണമുണ്ടായാൽ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ കരാർ ബാധ്യസ്ഥരാക്കുന്നുവെന്നും വിശദീകരണം. റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകി യുക്രൈൻ. സൈനിക വ്യോമത്താവളത്തിനും സ്പേസ് റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിനും നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം. പ്രോഗ്രസ് റോക്കറ്റ് കേന്ദ്രത്തിന് മാരക പ്രഹരം. റഷ്യയുടെ യുദ്ധശേഷി തകർക്കേണ്ടത് സമാധാനത്തിന് അനിവാര്യമെന്ന് സെലൻസ്കി. ബലൂചിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ സൈന്യം. 30 പേർ കൊല്ലപ്പെട്ടതായി ആരോപണം. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടെന്ന് ബലൂച്ച് നേതാവ്. സംഭവം രാജ്യാന്തര കോടതിയിൽ പരാതിയായി എത്തിക്കുമെന്നും വിശദീകരണം. അത്തം പിറന്നു 10ാം നാൾ പൊന്നോണം. തൃപ്പൂണിത്തുറ രാജനഗരിയിൽ അത്തച്ചമയത്തിന് ഒരുക്കം പൂർണ്ണം. ആചാര ചടങ്ങുകളും ഘോഷയാത്രയും അല്പസമയത്തിനകം. അത്താഘോഷ ഉദ്ഘാടനം അല്പസമയത്തിനകം. ഇക്കുറി അത്തമെത്തിയത് കർക്കടകം കടക്കും മുൻപേ. ചിങ്ങപ്പുലരി നാളെ. ഓണമിങ്ങെത്തുമ്പോൾ സഞ്ചാരികളും ഗുണ്ടൽപേട്ടിൽ. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പൂത്തുനിൽക്കുന്ന സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും. പൂപ്പാടങ്ങളിൽ സഞ്ചാരി പ്രവാഹം. പൂവിപണിയും സജീവം. പോലീസിൽ സ്ഥലം മാറ്റങ്ങൾ തുടരുന്നു. പക വീട്ടിലെന്ന ആക്ഷേപം. പിണറായി കാലത്ത് റിംഗ് റൗണ്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് ആഴ്ചകൾക്കിടയിൽ തട്ടുകിട്ടിയത് 3 തവണ. SI സജി പാഞ്ഞത് ചെങ്ങന്നൂർ വിയപുരം വഴി അമ്പലപ്പുഴയിലേക്ക്. മാറ്റം സ്വാഭാവികമെന്ന് ആഭ്യന്തര വകുപ്പ്. കണ്ണൂരിൽ ഗൂഗിൾ പേ ഇല്ലാത്തതിന് ബസ് കണ്ടക്ടറുടെ മൂക്കിടിച്ച് തകർത്ത യാത്രക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് പാനൂരുകാരൻ രമേഷ്. ലഹരിപ്പുറത്തുനിന്ന് പോലീസ്. ഗുണ്ടായിസം കൂത്തുപറമ്പ് പാനൂർ റൂട്ടിലെ സൺസ്റ്റാർ ബസ്സിൽ. ഗ്യാലെ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. ശ്രീലങ്കയ്ക്കെതിരെ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ്. മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറി. ക്രീസിലൊപ്പം ഋഷഭ് പന്ത്. പരിക്കേറ്റ KL രാഹുൽ ക്രീസ് വിട്ടു.